എസെക്കിയേൽ അധ്യായം 3. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായ തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു. എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല, ഇസ്രായേൽ ഭവനത്തിലേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും കഠിനപദങ്ങളും ഉപയോഗിക്കുന്ന ജനതകളുടെ അടുത്തേക്കല്ല നിന്നെ ഞാൻ അയക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്തേക്കായിരുന്നെങ്കിൽ അവർ തീർച്ചയായും നിന്റെ വാക്ക് ശ്രവിക്കുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഭവനം നിന്റെ വാക്ക് കേൾക്കുകയില്ല. കാരണം എൻ്റെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറല്ല. എന്തെന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരാണ്. നിന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരെയും നിന്റെ നെറ്റി അവരുടെ നെറ്റികൾക്കെതിരെയും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു. തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രക്കല്ല് പോലെ നിന്റെ നെറ്റി ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു. നീ അവരെ ഭയപ്പെടേണ്ട, അവരുടെ നോട്ടത്തിൽ പരിഭ്രമിക്കുകയും വേണ്ട. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവൻ തുടർന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. നീ പ്രവാസികളുടെ അടുത്തേക്ക്, നിന്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുക. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ആത്മാവ് എന്നെ മേൽപോട്ടുയർത്തി. കർത്താവിൻ്റെ മഹത്വം സ്വസ്ഥാനത്ത് നിന്ന് ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റേതുപോലെ ഒരു ശബ്ദം എൻ്റെ പിന്നിൽ ഞാൻ കേട്ടു. ആ ജീവികളുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചുണ്ടായ ശബ്ദവും അവയുടെ സമീപത്തുള്ള ചക്രങ്ങളുടെ ശബ്ദവുമാണ് വലിയ ഭൂകമ്പത്തിൻ്റെ ശബ്ദം പോലെ ഞാൻ കേട്ടത്. ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചുകൊണ്ടുപോയി. പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ശക്തമായിരുന്നു. തെല്ലബീബിൽ കേവാർ നദീതീരത്ത് വെച്ചിരുന്ന പ്രവാസികളുടെ അടുത്ത് ഞാൻ എത്തി. അവരുടെ ഇടയിൽ സ്തബ്ധനായി 7 ദിവസം ഞാൻ കഴിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ, അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും. നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും. അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവൻ തൻ്റെ പാപം നിമിത്തം മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു. നീയും നിന്റെ ജീവനെ രക്ഷിക്കും. അവിടെ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക. അവിടെ വച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി.
ഇതാ കർത്താവിൻ്റെ മഹത്വം അവിടെ നിൽക്കുന്നു. കേബാർ നദിയുടെ തീരത്ത് ഞാൻ കണ്ട മഹത്വം പോലെ തന്നെ. ഞാൻ കമിഴ്ന്നു വീണു. ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നോട് സംസാരിച്ചു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ വീട്ടിൽ പോയി കതകടച്ചിരിക്കുക. മനുഷ്യപുത്ര, നീ ജനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നീ കയറുകൊണ്ട് ഒരിഞ്ഞു കെട്ടപ്പെടും. നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ഒട്ടിച്ചു നിർത്തും. അവരെ ശാസിക്കാനാവാത്ത വിധം നിന്റെ നാവ് ബന്ധിക്കപ്പെടും. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അപ്പോൾ അവരോട് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാൻ മനസ്സില്ലാത്തവൻ കേൾക്കാതിരിക്കട്ടെ. അവർ ധിക്കാരികളുടെ ഭവനമാണ്. Chapter 3. He said to me, Son of man, eat what is before you. Eat this scroll, then go, speak to the house of Israel. So I opened my mouth, and he gave me the scroll to eat. Son of man, he then said to me, feed your belly and fill your stomach with this scroll I am giving you. I ate it, and it was as sweet as honey in my mouth. He said, Son of man, go now to the house of Israel and speak my words to them. Not to a people with difficult speech and barbarous language am I sending you, nor to the many peoples with difficult speech and barbarous language, whose words you cannot understand. If I were to send you to these, they would listen to you. But the house of Israel will refuse to listen to you, since they will not listen to me. For the whole house of Israel is stubborn of brow and obstinate in heart. But I will make your face as hard as theirs, and your brow as stubborn as theirs, like diamond, harder than flint. Fear them not, nor be dismayed at their looks, for they are a rebellious house. Son of man, he said to me, take into your heart all my words that I speak to you, hear them well. Now go to the exiles, to your countrymen, and say to them, Thus says the Lord God, whether they heed or resist. Then Spirit lifted me up, and I heard behind me the noise of a loud rumbling, as the glory of the Lord rose from its place, the noise made by the wings of the living creatures striking one another, and by the wheels alongside them a loud rumbling. The Spirit which had lifted me up seized me, and I went off spiritually stirred, while the hand of the Lord rested heavily upon me. Thus I came to the exiles who lived at Tel Abib by the river Kibar, and for 7 days I sat among them distraught. Thus the word of the Lord came to me, Son of man, I have appointed you a watchman for the house of Israel. When you hear a word from my mouth, you shall warn them for me. If I say to the wicked man, You shall surely die, and you do not warn him or speak out to dissuade him from his wicked conduct, so that he may live, that wicked man shall die for his sin, but I will hold you responsible for his death. If, on the other hand, you have warned the wicked man, yet he has not turned away from his evil, nor from his wicked conduct, then he shall die for his sin, but you shall save your life. If a virtuous man turns away from virtue and does wrong, when I place a stumbling block before him, he shall die. He shall die for his sin, and his virtuous deed shall not be remembered. But I will hold you responsible for his death if you did not warn him. When, on the other hand, you have warned a virtuous man not to sin, and he has in fact not sinned, he shall surely live because of the warning, and you shall save your own life. The hand of the Lord came upon me, and he said to me, Get up and go out into the plain where I will speak with you. So I got up and went out into the plain, and I saw that the glory of the Lord was in that place, like the glory I had seen by the river Kibar. I fell prone, but then Spirit entered into me and set me on my feet, and he spoke with me. He said to me, Go shut yourself up in your house. As for you, son of man, they will put cords upon you and bind you with them, so that you cannot go out among them.
I will make your tongue stick to your palate, so that you will be dumb and unable to rebuke them for being a rebellious house. Only when I speak with you and open your mouth shall you say to them, Thus says the Lord God. Let him heed who will, and let him resist who will, for they are a rebellious house.